അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചുമന്ന അവലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കനം കുറഞ്ഞ അവലാണ്. കുറച്ച് കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വെള്ള അവലോ ചുമന്ന അവലോ ഏത് അവല് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരുപാട് നെയ്യ് ഒഴിക്കരുത്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നെയ്യ് ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ ഈ ഷേക്കിൽ ഈ അവല് ചേർക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്ന് ഇത് കുതിർന്നു പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. വെറുതെ ഈ ഷേക്കിൽ അവലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുതിർന്നു പോകും. അപ്പോൾ അങ്ങനെ കുതിർന്നു പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഒരുപാട് നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 മിനിറ്റ് ഇതാവുന്ന വറുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് മാറും. ഇനി നമ്മുടെ ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 4 നല്ല പഴുത്തിട്ടുള്ള ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. ഇപ്പം ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പാലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക. പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പഴം 2-3 കട്ട് ചെയ്തും വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാലിപ്പൂവൻ പഴമാണ്. നല്ല പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിനും ഞാലിപ്പൂവൻ പഴം എടുക്കാം, റോബസ്റ്റ പഴം എടുക്കാം. അപ്പോൾ വേറൊരു പഴത്തിലും അങ്ങനെ ചെയ്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ 2 പഴത്തിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുവൊന്നുമില്ലാത്ത മുന്തിരിയാണ്. മുന്തിരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടാണ് നമുക്ക് മുന്തിരി കിട്ടുന്നത്. കുറച്ച് സമയം ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വേണം എടുക്കാനായിട്ട്. കുരുവുള്ള മുന്തിരി എടുക്കരുത്. കുരുവില്ലാത്ത മുന്തിരി വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 20 മുന്തിരി കുരുവില്ലാത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തണുത്ത പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്റർ അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ 1/2 ലിറ്ററിൻ്റെ പകുതി അളവിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പകുതി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനും പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ്. തേൻ മാത്രം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരം അത്ര കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തേൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അധികം മധുരമൊന്നും കഴിക്കാത്തവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ തേൻ മാത്രം ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം വേണമല്ലോ. അപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേനിൽ മാത്രം വേണമെന്നുണ്ടെങ്കിലും ഇത് അടിച്ചെടുക്കാം. അല്ല തേനില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും അടിച്ചെടുക്കാവുന്നതാണ്. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. തണുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ കൂടി കുറച്ചും കൂടെ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂട് സമയമാണ്, അതുപോലെ തന്നെ നോമ്പ് സമയമാണ്. നമ്മൾ എത്ര തണുത്തിട്ടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ദാഹം നിൽക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും ചേർക്കാനില്ല. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മുന്തിരി ചേർത്തിട്ടുണ്ട്. അപ്പം മുന്തിരിയുടെ തൊലിയൊക്കെ അവിടെ ആയിട്ട് കിടക്കും. അപ്പം അങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുടിക്കും, കുരുവൊന്നുമില്ലല്ലോ. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് സെർവ് ചെയ്തതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവൽ റോസ്റ്റ് ചെയ്തത് ഇതാ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ വീതം അവല് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുത്ത ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പം 4 ഗ്ലാസ്സിലായിട്ട് ഇതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹണി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ അറിയാതെ തന്നെ കുടിച്ചു പോകും. പഴവും അതുപോലെ തന്നെ മുന്തിരിയും വെച്ചിട്ടുള്ള അടിപൊളി ഷേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നോമ്പ് സമയമുണ്ട്, പഴവും മുന്തിരിയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തേൻ ചേർത്ത് കുടിക്കാവുന്നതാണ്. മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നോമ്പ് സമയത്തും ചൂട് സമയത്തും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വയറും നിറയും, മനസ്സും നിറയും, ദാഹവും മാറും. നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഈ ചെറുപഴവും മുന്തിരിയും വെച്ചിട്ടുള്ള ഷേക്ക് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്